ലോകമെന്ന് ശ്വാസം അടക്കി പിടിക്കുന്നത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റിവരച്ചൊരു വാർത്ത കേട്ടാണ്. ഇന്ന് മാർച്ച് 1, 2026. 3 പതിറ്റാണ്ടിലേറെ ഇറാനിന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച ആയത്തുള്ള അലി ഖമേനി എന്ന കരുത്തൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആസൂത്രിത മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ ബങ്കറുകൾ തകർത്ത് ഖമേനിയുടെ ഭൗതിക ശരീരം കണ്ടെത്തിയെന്ന് പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിക്കുമ്പോൾ ഇത് വെറുമൊരു സൈനിക വിജയം മാത്രമല്ല, ഇറാനിന്റെ നട്ടലൊടിച്ച ഒരു ഡീകാപിറ്റേഷൻ സ്ട്രൈക്കാണ്. അലി ഷംഖാനിയും മുഹമ്മദ് പാക്പൂറും അടക്കം ഇറാനിന്റെ മിലിറ്ററി ബുദ്ധികേന്ദ്രങ്ങൾ ഒന്നാകെ ഇല്ലാതാക്കപ്പെട്ടതോടെ രാജ്യം അനാഥമായ അവസ്ഥയിലാണ്. ഇതിനിടയിലും ഖമേനിയുടെ പിൻഗാമിയായി അലിറേസ അറാഫി നേതൃത്വം നൽകുന്ന പുതിയ ലീഡർഷിപ്പ് കൗൺസിൽ അധികാരമേൽക്കുന്നത് ലോകം അതീവ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. ദുബായ് എയർപോർട്ടിന് നേരെ മിസൈലുകൾ പായുമ്പോഴും കറാച്ചിയിലെ അമേരിക്കൻ കൗൺസിലേറ്റിൽ കലാപം പടരുമ്പോഴും തകർക്കപ്പെട്ട ഇറാന്റെ തെരുവുകളിൽ ജനങ്ങൾ മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്നു. ട്രംപിന്റെ ആ അൺപ്രസിഡന്റഡ് ഫോഴ്സ് ഇറാനെ ചാരമാക്കുമോ അതോ അലിറേസ അറാഫിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ലീഡർഷിപ്പ് ഈ ഭരണകൂടം സമാധാനത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുമോ? ഈ യുദ്ധ രഹസ്യങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു ലൂക്ക. ഇന്ന് ലോകം ഉണർന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഇന്ന് ഈ നിമിഷം ലോകം ഒരു മഹാവിപത്തിന്റെ വക്കിലാണ് എന്ന് പറയണം. പശ്ചിമേഷ്യയുടെ ചതുരംഗ പലകയിൽ പതിറ്റാണ്ടുകളായ അവസാന വാക്കായിരുന്ന കരുത്തൻ വീണുപോയിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനി 36 വർഷം ഇറാന്റെ ആത്മാവും കരുത്തുമായിരുന്ന സുപ്രീം ലീഡർ ഇനി ചരിത്രം. ഇറാന്റെ വിധി നിശ്ചയിച്ചിരുന്ന ആ അധ്യായം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് സ്വാഭാവികമായൊരു അന്ത്യമല്ലായിരുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രഹരശേഷിക്ക് മുന്നിൽ തെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങൾ കത്തി അമർന്നപ്പോൾ തകർന്നു വീണത് ഇറാനിന്റെ അഭിമാനമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പവർ അളക്കുന്നത് സാധാരണയായി ടാങ്കുകളുടെയും വിമാനങ്ങളുടെയും എണ്ണം നോക്കിയാണ്. പക്ഷേ ഖമേനിയുടെ ഇറാൻ ലോകത്തെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. തന്റെ സൈന്യത്തെ അതിർത്തി കടത്താതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ 5 രാജ്യങ്ങളെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ ആ അസാമാന്യ ബുദ്ധിശാലി ഇനി ചരിത്രം. ഇന്ന് മാർച്ച് 1, 2026. ദ ഇവിൽ ഇസ് ഗോൺ. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാൾ ഇല്ലാതായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ ഇറാനിന്റെ തെരുവുകളിൽ വിലാപവും ആഘോഷവും ഒരുപോലെ അലയടിക്കുകയാണ്. ഇറാൻ സ്റ്റേറ്റ് മീഡിയയും ഈ വാർത്ത സ്ഥിരീകരിച്ചു. ഇറാനിൽ ഇപ്പോൾ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് പ്രതികാരമായിട്ട് ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ മിലിറ്ററി ബേസുകളിൽ ഇറാൻ മിസൈൽ മഴ പെയ്യിക്കുകയാണ്. എന്താണ് ഇറാനിൽ ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? ആരായിരിക്കും അടുത്ത സുപ്രീം ലീഡർ? ഇത് വെറും ഒരു കൊലപാതകമല്ല, ഇതൊരു ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകലാകുമോ? ഖമേനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്ലാൻ ചെയ്യുന്ന ആ അന്തിമ പോരാട്ടം എങ്ങോട്ടാണ് നീങ്ങുന്നത്? പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള 3 വട്ടം നടന്ന സമാധാന ചർച്ചകളും പരാജയപ്പെട്ടതോടെ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചേർന്നൊരുക്കിയ അതിശക്തമായ ഒരു സ്ട്രാറ്റജിക് അറ്റാക്കിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. വെറും ഒരു സൈനിക നീക്കമല്ല ഇത്, ഇറാനിന്റെ ഹൃദയത്തിൽ തൊട്ടുള്ളൊരു പ്രഹരമാണ്. ഇന്ന് മാർച്ച് 1, 2026. ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണിത്. ഖമേനിയുടെ മരണം മിഡിൽ ഈസ്റ്റിലെ സകല രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ പോവുകയാണ്. ആരായിരുന്നു ഖമേനി? എങ്ങനെയാണ് അദ്ദേഹം ഇറാനെ ഇത്രയും വലിയൊരു പവർ ഹൗസ് ആക്കി മാറ്റിയത്? നമുക്കൊന്ന് ഹിസ്റ്ററിയിലേക്ക് ആദ്യം പോകാം. 1989 ആയത്തുള്ള ഖൊമേനിയുടെ മരണശേഷമാണ് ഖമേനി അധികാരമേൽക്കുന്നത്. അന്ന് ഇറാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രാജ്യം. പക്ഷെ അവിടെ നിന്നാണ് ഖമേനി തന്റെ ബുദ്ധി ഉപയോഗിച്ച് കളി തുടങ്ങിയത്. അദ്ദേഹം ഇറാനെ വെറും ഒരു രാജ്യമല്ല, പകരം ഒരു റീജിയണൽ പവർ സെന്റർ ആക്കി മാറ്റി. എങ്ങനെ? തന്റെ കീഴിൽ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അദ്ദേഹം കെട്ടിപ്പടുത്തു. ശീതയുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ സ്വാധീനം പശ്ചിമേഷ്യയിലുടനീളം പടർത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, ഗാസ, യമൻ, ഈ രാജ്യങ്ങളിലെല്ലാം ഇറാൻ നിർണായക ശക്തിയായി. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ റെഗുലർ ആർമിയെ അതിർത്തി കടത്തി വിടാതെ തന്നെ ഖമേനി ഈ രാജ്യങ്ങളിലെ പോരാട്ടങ്ങളെ നിയന്ത്രിച്ചു. ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും അവർക്കെല്ലാം പിന്നിലെ മാസ്റ്റർ മൈൻഡ് ഖമേനി ആയിരുന്നു. പശ്ചിമേഷ്യയിലെ ഈ ട്രാൻസ്ഫോർമേഷന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും തലവേദനയുണ്ടാക്കാൻ തന്റെ അതിർത്തിക്ക് പുറത്ത് അദ്ദേഹം ഒരു വലിയ വലയം തന്നെ സൃഷ്ടിച്ചു. ഖമേനിയുടെ ഏറ്റവും വലിയ വിജയം എന്നത് ഇറാനെ ഒരു ന്യൂക്ലിയർ പവർ ആക്കുന്നതിലേക്ക് എത്തിച്ചു എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ എത്ര ഉപരോധങ്ങൾ വന്നിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. നീദർ വെസ്റ്റ് നോർ ഈസ്റ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. അമേരിക്കയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റ് സേതാൻ എന്നാണ്. അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റിനേക്കാളും മുകളിലായിരുന്നു.
മിലിറ്ററി, ഫോറിൻ അഫയേഴ്സ്, ജുഡീഷ്യറി എല്ലാം ഖമേനിയുടെ വിരൽത്തുമ്പിലായിരുന്നു. ഇത്രയും കാലം ഇറാനിന്റെ അപ്രമാദിത്വം നിലനിർത്തിയ ആ വ്യക്തിയാണ് ഇപ്പോൾ ഇല്ലാതായത്. ഇത് ഇറാന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പവർ വാക്യൂമാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തെഹ്റാനിൽ നിന്ന് വരുന്നത് ഭീകരമായ വാർത്തകളാണ്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദും അമേരിക്കൻ സൈന്യവും പ്ലാൻ ചെയ്ത ഒരു ഡീകാപിറ്റേഷൻ സ്ട്രൈക്ക് ആയിരുന്നു ഇത്. ഖമേനിയുടെ വസതിയെ ലക്ഷ്യമാക്കി പെയ്തിറങ്ങിയ മിസൈലുകൾ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ തന്നെ തകർക്കുകയായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഖമേനിയുടെ വസതിയെ ലക്ഷ്യമാക്കി നടന്ന മിസൈൽ ആക്രമണത്തിൽ ഖമേനിയും കുടുംബവും പൂർണ്ണമായും ഇല്ലാതായി എന്നാണ്. ട്രംപ് ഭരണം തിരിച്ചു വന്നതോടെ ഇറാനെതിരെ എടുത്ത മാക്സിമം പ്രഷർ 2.0 എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. ഇതോടെ ഇറാനിൽ ഇപ്പോൾ ഒരു കടുത്ത ഭരണ പ്രതിസന്ധിയാണ്. സൈന്യത്തിന് നേതൃത്വം നൽകാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അടിയന്തര യോഗം ചേർന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അലി ലാർജാനി താൽക്കാലിക ചുമതല വഹിക്കുന്നുണ്ടെങ്കിലും IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണം പിടിച്ചെടുക്കുമോ എന്ന ഭയത്തിലാണ് ലോകം. അങ്ങനെ വന്നാൽ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്നതിലേക്ക് ഇറാൻ നീങ്ങും. ഇനി ഈ വാർത്തയുടെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതിനോടകം തന്നെ അവരുടെ മിസൈലുകൾ ഇസ്രായേലിന് നേരെ കുതിച്ചു കഴിഞ്ഞു. ഇതൊരു പക്ഷേ ഒരു റീജിയണൽ വാറിലേക്കോ എന്തിന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ വരെ വഴിമാറാം. നമുക്കിതിനെ 3 രീതിയിൽ കാണാം. ഒന്നാമതായി പ്രതികാരം തന്നെയാണ്. ഇറാൻ തീർച്ചയായും ഇതിന് പകരം ചോദിക്കും. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ലോകമെമ്പാടും ആക്റ്റീവ് ആയേക്കാം. അമേരിക്കൻ ബേസുകൾക്ക് നേരെ വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. രണ്ടാമതായിട്ട് ഓയിൽ ക്രൈസിസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റൂട്ടുകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ പെട്രോൾ വില ലിറ്ററിന് 200 രൂപ വരെ കടക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇക്കണോമി ഡിസാസ്റ്റർ ആയിരിക്കും. ഇനി മൂന്നാമത്തേത്, ഇറാനിലെ യുവാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഖമേനിയുടെ കടുത്ത നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിന്റെ മരണം ഭരണമാറ്റത്തിനായുള്ള ഒരു വിപ്ലവത്തിന് വഴിവെച്ചേക്കാം. ഖമേനി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളും കൊച്ചുമകനും മരുമകനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഫാർസ് ന്യൂസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ ജനതയെ വൈകാരികമായി കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇസ്രായേലിനും ഗൾഫിലെ അമേരിക്കൻ ബേസുകൾക്കും നേരെ 100 കണക്കിന് മിസൈലുകൾ പായിച്ചു കഴിഞ്ഞു. ദുബായ്, കുവൈറ്റ് എയർപോർട്ടുകൾക്ക് സമീപം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമേനി വെറും ഒരു നേതാവായിരുന്നില്ല. ഉപരോധങ്ങൾ കൊണ്ട് ലോകം വളഞ്ഞപ്പോഴും പതറാതെ ഇറാനെ ഒരു പ്രാദേശിക ശക്തിയാക്കി മാറ്റിയ മാന്ത്രികനായിരുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തിയ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധ നിരയുടെ ചാലക ശക്തിയായിരുന്നു ഖമേനി. ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂതികളായാലും അവരുടെ എല്ലാം കടിഞ്ഞാൺ ഈ 86-കാരന്റെ കയ്യിലായിരുന്നു. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി ഭീകരമായിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മൾട്ടിപ്പിൾ സ്ട്രൈക്സ് നടത്തി കഴിഞ്ഞു. ഇറാഖിലെ അൽ അസദ് എയർബേസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ്. ഖമേനി പടുത്തുയർത്തിയ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ തിരിഞ്ഞിരിക്കുകയാണ്. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്നു. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ പായിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഒരു നീറുന്ന കനലായി മാറിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം, ഹൂ ഇസ് നെക്സ്റ്റ്? ആരായിരിക്കും ഖമേനിയുടെ പകരക്കാരൻ? 1989 മുതൽ ഇറാന്റെ അവസാന വാക്കാണ് ഖമേനി. ഏതാണ്ട് 36 വർഷം. ഇറാന്റെ മിലിറ്ററി, ഫോറിൻ പോളിസി, ന്യൂക്ലിയർ പ്രോഗ്രാം, ഇങ്ങനെ എല്ലാത്തിലും ഫൈനൽ ഡിസിഷൻ ഖമേനിയുടേതായിരുന്നു. ഇറാനിലെ നിയമപ്രകാരം, അതായത് ഭരണഘടന അനുസരിച്ച്, ഒരു അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. 88 മതപണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു സംഘമാണിത്. ഇവരാണ് അടുത്ത സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ രാജ്യം ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രോസസ് അത്ര എളുപ്പമാകില്ല. ചില പേരുകൾ ഇപ്പോൾ സജീവമായി ചർച്ചയിലുണ്ട്. പ്രധാനമായും ഖമേനിയുടെ മകൻ മുജ്താബ ഖമേനി തന്നെയാണ്. ഇദ്ദേഹം പണ്ട് മുതലേ പവർഫുൾ ആണ്. പക്ഷേ ഒരു ഹെറിഡിറ്ററി സക്സഷൻ അല്ലെങ്കിൽ കുടുംബവാഴ്ച ഇറാനിലെ പലർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. മുജ്താബ ഖമേനി പവർഫുൾ ആണെങ്കിലും അദ്ദേഹത്തിന് ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നത് സംശയമാണ്. ഇനി മറ്റൊരാൾ സദീഖ് ലാരിജാനിയാണ്, മുൻ ജുഡീഷ്യറി ചീഫ്. ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ഈ മുൻ സ്പീക്കറെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് പല പ്രധാന ചുമതലകളും ഏൽപ്പിച്ചത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഖമേനി തന്റെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ലാറിജാനിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇനി അലിറേസ അറാഫി, ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ട്. ഇറാന്റെ മതപാഠശാലകളുടെ തലവനാണ് ഇദ്ദേഹം. പിന്നെ ഹസൻ ഖൊമേനിയുടെ പേരുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ സൈന്യം IRGC ഭരണം പിടിച്ചെടുക്കുമോ എന്ന സംശയവുമുണ്ട്. എന്തായാലും ഇറാന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു പവർ വാക്യൂമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കാര്യം എങ്ങനെയാണെങ്കിലും ഇപ്പുറത്ത് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഒരു റിജീം ചേഞ്ച് ആണ്. ഇറാന്റെ പരമ്പരാഗത മതഭരണത്തിന് പകരം ഒരു പുതിയ മാറ്റം അവിടെ ഉണ്ടാക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇനി ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ സൈഡ് ഒന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം ഊഴത്തിൽ ഇറാനെതിരെ ഏറ്റവും വലിയ ചൂതാട്ടമാണ് നടത്തിയിരിക്കുന്നത്. പീസ് ത്രൂ സ്ട്രെങ്ത് എന്നതാണ് ട്രംപിന്റെ പോളിസി. പക്ഷേ ഇത് സമാധാനമാണോ അതോ വലിയൊരു സ്ഫോടനമാണോ ഉണ്ടാക്കുക എന്ന് കണ്ടറിയണം.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഖമേനിയുടെ അന്ത്യം ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നാണ്. ഇറാനിൽ തന്നെ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഖമേനിയുടെ മരണത്തിൽ വിതുമ്പുന്ന ഒരു വിഭാഗമുണ്ട്. മറുവശത്ത് വർഷങ്ങളായുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം ലഭിച്ച സന്തോഷത്തിൽ തെരുവിലിറങ്ങി ആഘോഷിക്കുന്ന മറ്റൊരു വിഭാഗം. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു വിഭജനം ഇപ്പോൾ ദൃശ്യമാണ്. ഈ ഒരു സംഭവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയും വളരെ ജാഗ്രതയോടെയാണ് ഇതിനെ കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക. വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ അഡ്വൈസറീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പടർന്നാൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. അത് നമ്മുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം വളരെ ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ആയത്തുള്ള അലി ഖമേനി എന്ന യുഗം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ബാക്കി വെച്ചു പോയതൊരു വലിയ യുദ്ധത്തിന്റെ കനലുകളാണ്. ഇറാൻ ഇനി എങ്ങോട്ട്? അവർ വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ, അതോ രാജ്യത്തിനകത്ത് തന്നെ ഒരു വിപ്ലവം നടക്കുമോ? വരും മണിക്കൂറുകൾ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇറാൻ ഇനി ഒരു പുതിയ പാതയിലായിരിക്കുമെന്ന് തീർച്ച. അത് ജനാധിപത്യമാണോ അതോ ചോരപ്പുഴയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷൻ വേൾഡ് വാർ 3 നയിക്കുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യ ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇറാനിന്റെ പ്രതികാരം വാക്കുകളിൽ ഒതുങ്ങുന്നില്ല എന്ന് ലോകം കാണുകയാണ്. ഗൾഫ് നഗരങ്ങളിൽ ആക്രമണമുണ്ടായി. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി? പരിശോധിക്കാം. ഇതാ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി എംബസി ആക്രമിക്കുകയാണ്. പോലീസിന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പശ്ചിമേഷ്യയിലെ തീ ഇപ്പോൾ ഏഷ്യയിലേക്കും പടർന്നിരിക്കുന്നുവെന്ന് സാരം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലുകളാണ് കറാച്ചിയിൽ നടക്കുന്നത്. അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലാണ്. പാകിസ്ഥാനിലെ സിറ്റുവേഷൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നത് മുസ്ലിം ലോകത്തെ ആകെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്ന് ചുരുക്കം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സമാധാന ചർച്ചകളുടെ പരാജയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി 3 വട്ടം സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ഖമേനി വഴങ്ങിയില്ല. ഇതിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ്, അതായത് ശത്രു ആക്രമിക്കുന്നതിന് മുൻപേ അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്ട്രൈക്കുകൾ ഇപ്പോൾ പശ്ചിമേഷ്യയെ മൊത്തമായി വിഴുങ്ങുന്ന ഒരു വമ്പൻ റീജിയണൽ വാറായി മാറിയിരിക്കുകയാണ്. അൺപ്രസിഡന്റഡ് ഫോഴ്സ്, അതായത് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ശക്തി ഉപയോഗിച്ച് ഇറാനെ തകർക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പക്ഷെ മറുവശത്ത് ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിനെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അവരുടെ അടുത്ത ടാർഗറ്റ് എന്തായിരിക്കുമെന്നത് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. മലയാളികളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ദുബായിലും അതുപോലെ കറാച്ചിയിലും മറ്റും ജോലി ചെയ്യുന്നത്. വിമാനത്താവളങ്ങൾ അടച്ചതോടെ പലരും നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യൻ എംബസി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാനിൽ പെയ്തിറങ്ങിയ മിസൈലുകൾ ഇപ്പോൾ പാകിസ്ഥാനിലെ തെരുവുകളെയും തീപിടിപ്പിക്കുകയാണ്. ഖമേനിയുടെ മരണവാർത്ത കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു പ്രതിഷേധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പുകയുന്ന അമേരിക്കൻ വിരുദ്ധ വികാരത്തിന്റെ ഒരു സ്ഫോടനമാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ ജനരോഷത്തെ എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇറാനിലെ ആ പവർ വാക്കും അയൽ രാജ്യമായ പാകിസ്ഥാനെ ഒരു വലിയ ആഭ്യന്തര കലഹത്തിലേക്ക് തള്ളിയിടുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. ഇറാന്റെ ആത്മീയ നേതാവിനോടുള്ള ഈ ഐക്യദാർഢ്യം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെഹ്റാനിലെ ഖമേനിയുടെ തകർക്കപ്പെട്ട വസതിയിൽ ആ കോമ്പൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ടെടുത്തിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ചിത്രം, അതായത് ഖമേനിയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും കണ്ടുകഴിഞ്ഞു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇതോടെ ഇറാന്റെ ആ ഔദ്യോഗിക 40 ദിവസത്തെ വിലാപം വെറും ഒരു പ്രഖ്യാപനമല്ല, മറിച്ചൊരു യുഗത്തിന്റെ അന്ത്യമാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ ഫോട്ടോ കണ്ടതോടെ ഇറാന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായിരിക്കുകയാണ്. ദ കിങ് ഇസ് ട്രൂലി ഗോൺ എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതോടെ ഇറാനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഖമേനിയുടെ മൃതദേഹം കണ്ടെടുക്കപ്പെട്ടു എന്ന വാർത്ത ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിനെ വലിയൊരു പ്രകോപനത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇപ്പോൾ അതിശക്തമായ മിസൈൽ വർഷം നടക്കുന്നത്. ഇനി ഇറാനിന്റെ പിൻഗാമി ആരെന്നത് വെറും ഒരു ചർച്ചയല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്ത ഈ നിമിഷം മുതൽ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാതായിരിക്കുന്നു. ലോകം ഇപ്പോൾ ഭയപ്പെടുന്നത് ഇറാന്റെ അന്തിമ പ്രതികാരത്തെയാണ്. ഖമേനിയുടെ ഈ അന്ത്യം മിഡിൽ ഈസ്റ്റിലെ സകല രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റി എഴുതാൻ പോവുകയാണ്.
ഇനി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളും പ്രവാസികളെ ബാധിക്കുന്ന പുതിയ അപ്ഡേറ്റുകളും പരിശോധിക്കാം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ വാർത്തകളാണ്. ഇത്തവണ ഇത് വെറും ഒരു ഇറാൻ ഇസ്രായേൽ പോരാട്ടമല്ല നമ്മൾ കാണുന്നത്. ഈ യുദ്ധത്തിന്റെ കനലുകൾ ഇപ്പോൾ പ്രിയപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുകയാണ്. നമ്മൾ സ്വപ്ന നഗരം എന്ന് വിളിക്കുന്ന ദുബായ് ഇപ്പോൾ മിസൈൽ പുകയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ലോകം ഇന്നേ വരെ കാണാത്ത അത്രയും വലിയൊരു യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. ഈ വൻ പ്രതികാരം ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്കും നീണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രതികാരം ഇസ്രായേലിൽ മാത്രം ഒതുങ്ങിയില്ല. അമേരിക്കൻ ബേസുകൾ സ്ഥിതി ചെയ്യുന്ന ദുബായ്, അബുദാബി, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന്റെ ടാർഗറ്റിലുണ്ട്. ബുർജ് അൽ അറബ് ഹോട്ടലിന് നേരെ വരെ ആക്രമണമുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഗൾഫ് മേഖലയുടെ അവസ്ഥ? എന്താണ് ലോക നേതാക്കൾ പറയുന്നത്? നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ താമസിക്കുന്ന ഈ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? പ്രവാസികൾ തിരികെ വരുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ദുബായ് പോലൊരു നഗരം ഇറാനിന്റെ ടാർഗറ്റിൽ വന്നത് എന്നാണ്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, UAE-യിലും കുവൈറ്റിലും അതുപോലെ ബഹ്റൈനിലും അമേരിക്കയുടെ വലിയ സൈനിക താവളങ്ങളുണ്ട്. രണ്ടാമത്തേത്, ഇസ്രായേലുമായുള്ള UAE-യുടെ വർദ്ധിച്ചു വരുന്ന ബന്ധം. ഈ ആഴ്ച പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ സഹായിച്ചാൽ നിങ്ങളും അനുഭവിക്കുമെന്ന്. ആ ഭീഷണി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദുബായിലെ ഐക്കണിക് ലാൻഡ്മാർക്കായ ബുർജ് അൽ അറബ് ഹോട്ടലിന്റെ പുറംഭാഗത്ത് ഒരു ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ ആളപായമില്ലെന്നാണ് വിവരം. അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു കോൺകോഴ്സൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ മുതൽ ദുബായ്, ദോഹ, മനാമ എന്നീ നഗരങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇറാൻ ഏതാണ്ട് 137-ലധികം മിസൈലുകളും 200-ലധികം ഡ്രോണുകളുമാണ് UAE-ക്ക് നേരെ മാത്രം തൊടുത്തുവിട്ടത്. UAE-യുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ ഭൂരിഭാഗവും തകർത്തുവെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബുദാബി എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ദുബായ് എയർപോർട്ടിന് സമീപം ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് നേരിട്ടുള്ള ആക്രമണമല്ല, മറിച്ച് അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റം ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടപ്പോൾ ഉണ്ടായ സ്ഫോടനങ്ങളാണ് എന്നാണ് ഔദ്യോഗിക വിവരം. എങ്കിലും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. UAE-യുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഹൈ അലേർട്ടിലാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവയെ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുബായ് പോലൊരു ഗ്ലോബൽ ബിസിനസ് ഹബിന് അത് താങ്ങാനാവില്ല. ടൂറിസം മേഖലയും സാമ്പത്തിക രംഗവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ദുബായ് മാത്രമല്ല, കുവൈറ്റിലും ബഹ്റൈനിലെയും അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞു. കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ് ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് വിവരം. ബഹ്റൈനിലാകട്ടെ അമേരിക്കയുടെ 5th ഫ്ലീറ്റാണ് ആസ്ഥാനം. ഇതിനെ തകർക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ നാവിക യുദ്ധത്തിന് കാരണമാകും. ഈ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവരുടെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ കരുത്ത് അവരുടെ ടാങ്കുകളോ വിമാനങ്ങളോ അല്ല. ഇറാന്റെ കരുത്ത് അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും മിസൈൽ സാങ്കേതിക വിദ്യയുമാണ്. ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ ഒരു നിയന്ത്രണമില്ലാത്ത ഒരു തരം ആവേശത്തിലാണ് എന്ന് വേണം പറയാൻ. അവരുടെ ലക്ഷ്യം ഇതാണ്: അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ ബേസുകൾ ഉണ്ടോ അവിടെയെല്ലാം ആക്രമിക്കുക. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ കപ്പൽപ്പടയുടെ ആസ്ഥാനങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക വിമാനയാത്ര തന്നെയാണ്. ദുബായ്, അബുദാബി, ദോഹ, കുവൈറ്റ് എയർപോർട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾ ഗൾഫിലേക്കുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കി. ആയിരക്കണക്കിന് മലയാളികളാണ് ഇപ്പോൾ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായി തുടരുക എന്നാണ് ഇന്ത്യൻ എംബസികൾ നൽകുന്ന അടിയന്തര നിർദ്ദേശം. ജനലുകൾക്കരികിൽ നിൽക്കരുത്, തുറസായ സ്ഥലങ്ങളിൽ പോകരുത്. വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഇന്ത്യൻ എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ തുറന്നിട്ടുണ്ട്. ദുബായിലെ ജബൽ അലി പോർട്ടിൽ ഒരു വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ലോകത്തെ എണ്ണ വിപണി സ്തംഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ഇറാന്റെ ഉള്ളിലും വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി ആയിട്ടില്ല. താൽക്കാലികമായ ഒരു ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും മിലിറ്ററി കമാൻഡർമാരും മത നേതാക്കളും തമ്മിലുള്ള അധികാര വടംവലി ഇറാന്റെ തിരിച്ചടിയെ കൂടുതൽ അപകടകരമാക്കും. ട്രംപ് പറയുന്നത് ഇനിയും ആക്രമണം തുടരുമെന്നാണ്.
ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രഹരശേഷിയുള്ള സൈനിക നീക്കം അഥവാ അൺപ്രസിഡന്റഡ് ഫോഴ്സ് ഉപയോഗിച്ച് ഇറാനെ നാമാവശേഷമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആത്യന്തിക മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി നടത്തിയ 3 ഘട്ടങ്ങളായുള്ള സമാധാന ചർച്ചകളും പരാജയപ്പെട്ടത് ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്ന് തന്നെ പറയാം. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി അടഞ്ഞതോടെ ഇസ്രായേൽ നടത്തിയ ആ പ്രിഎംപ്റ്റീവ് സ്ട്രൈക്സ്, അതായത് ശത്രു നീങ്ങുന്നതിന് മുൻപേ തിരിച്ചടിക്കുക എന്ന തന്ത്രം ഇന്ന് പശ്ചിമേഷ്യയെ മൊത്തമായി വിഴുങ്ങുന്ന ഒരു റീജിയണൽ വാർ അഥവാ പ്രാദേശിക യുദ്ധമായി മാറിയിരിക്കുകയാണ്. യുഎഇയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ സാന്നിധ്യം അവരെ വേട്ടയാടുകയാണ്. ഇനി ഇതിന്റെ ഇക്കണോമിക് സൈഡ് നോക്കാം. ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ലോകത്തെ ഓയിൽ സപ്ലൈ നിലയ്ക്കും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 കടക്കാനാണ് സാധ്യത. ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വർധന ഉണ്ടാക്കും. പ്രവാസികൾ പണം അയക്കുന്നത് കുറയുന്നതും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ചുരുക്കത്തിൽ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രമായി ഒതുങ്ങില്ല, അത് നമ്മുടെ ഒക്കെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കും. സ്ഥിതിഗതികൾ വളരെ ഗൗരവകരമാണ്. ഗൾഫിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എംബസിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നതാണ്. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. ചരിത്രം തിരുത്തിക്കുറിച്ചൊരു പകലിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആയിരക്കണക്കിന് ടാങ്കുകളോ വിമാനങ്ങളോ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സ്വാധീനം തന്റെ തന്ത്രങ്ങളിലൂടെ ഉണ്ടാക്കിയ അലി ഖമേനി എന്ന യുഗം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അധികാരത്തിന്റെ ഈ ചതുരംഗക്കളത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ സമാധാനമാണ്. ഇന്ന് തെഹ്റാനിലും ദുബൈയിലും കുവൈറ്റിലും ഉയരുന്ന പുകപടലങ്ങൾ ഒരു യുദ്ധത്തിന്റെ മാത്രം സൂചനയല്ല, മറിച്ച് അനിശ്ചിതത്വത്തിന്റെ കൂടെയാണ്. ഇറാനിന്റെ ഹൃദയത്തിൽ തൊട്ടുള്ള പ്രഹരം വെറും ഒരു മിസൈൽ ആക്രമണമല്ലായിരുന്നു, അതൊരു ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്കാണ്. അതായത് ഒരു രാജ്യത്തെ ബുദ്ധിയും കരുത്തുമായ നേതൃത്വത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തന്ത്രം. ഇറാനിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിന്റെ മറ്റ് വമ്പൻ നേതാക്കളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഖമേനി ഉൾപ്പെടെ ഇറാനിന്റെ മിലിറ്ററി രാഷ്ട്രീയ തലപ്പത്തെ ഏറ്റവും പവർഫുള്ളായ നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ആരാണ് ഈ നേതാക്കൾ? ഇതോടെ ഇറാനിന്റെ ഭരണം പൂർണ്ണമായും നിലയ്ക്കുകയാണോ? പരിശോധിക്കാം. ഇറാനിന്റെ പക്കൽ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും സാമ്പത്തിക ശേഷിയും കുറവാണെങ്കിലും ഖമേനി എന്ന മാസ്റ്റർ ബ്രെയിൻ പടുത്തുയർത്തിയ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു അവരുടെ യഥാർത്ഥ കരുത്ത്. ഈ കരുത്തിന്റെ തലപ്പത്തിരുന്നവരാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഖമേനിയുടെ മകൾ, കൊച്ചുമകൻ, മരുമകൻ എന്നിവർ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ ഏകദേശം 1200ഓളം ബോംബുകളാണ് ഇസ്രായേൽ ഇറാനിന്റെ മിലിറ്ററി കേന്ദ്രങ്ങളിൽ വർഷിച്ചത്. ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫും ഡിഫൻസ് മിനിസ്റ്ററും കൊല്ലപ്പെട്ടതായിട്ടാണ് ലഭിക്കുന്ന വിവരം. മൊത്തം 200-ലധികം പേർ കൊല്ലപ്പെട്ടതായും 750ഓളം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ റെഡ് ക്രസന്റ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതോടെ ഇറാനിന്റെ ആധിപത്യത്തിന് നട്ടലൊടിഞ്ഞു എന്ന് തന്നെ പറയാം. ഖമേനി ഉൾപ്പെടെ കൊല്ലപ്പെട്ട പ്രമുഖർ ഇവരൊക്കെയാണ്. അലി ഷംഖാനി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ്. ഖമേനിയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം. ഇറാന്റെ വിദേശ നയങ്ങളും മിലിറ്ററി തന്ത്രങ്ങളും മെനഞ്ഞിരുന്നത് ഇയാളായിരുന്നു. അടുത്തത് മുഹമ്മദ് പാക്പൂരാണ്. റെവല്യൂഷണറി ഗാർഡിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡറാണ്. ഇറാന്റെ പക്കലുള്ള സകല മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ പാക്പൂരായിരുന്നു. ഇനി അസീസ് നാസിർസാദെ ഇറാന്റെ നിലവിലെ പ്രതിരോധ മന്ത്രി. വ്യോമസേനയുടെ മുൻ തലവനായ ഇദ്ദേഹമായിരുന്നു ഇറാന്റെ ആയുധ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. അടുത്തത് ഇറാന്റെ ഏറ്റവും ക്രൂരനായ കമാൻഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്മായിൽ ഖാനി. ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു ഖാനി. മിഡിൽ ഈസ്റ്റിലെ സകല പ്രോക്സി ഗ്രൂപ്പുകളെയും ഏകോപിപ്പിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇനി ഇറാനിന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മുസവി. ഖമേനിയോടൊപ്പം ഇവരും കൊല്ലപ്പെട്ടു എന്നത് IRGCക്ക് ഏൽക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ നട്ടെല്ല് തകർന്ന അവസ്ഥയിലാണ്. നേതൃത്വമില്ലാത്തൊരു സേനയും നിരാശരായ ഒരു ജനതയും എങ്ങോട്ട് നീങ്ങുമെന്നത് ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് വെറുമൊരു യുദ്ധവാർത്തയല്ല, ഒരു സാമ്രാജ്യത്തിന്റെ പതനവും പുതിയൊരു അധികാര കൈമാറ്റവുമാണ്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇറാൻ ഇപ്പോൾ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ്. ഖമേനിയുടെ വിടവ് നികത്താൻ പുതിയൊരു ലീഡർഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ്. അതിലെ പ്രധാന വ്യക്തിയായി അലിറേസ അറാഫി എന്ന സീനിയർ ക്ലെറിക്കിനെ നിയമിച്ചിരിക്കുന്നു. ഖമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന മകൻ മോജ്താബ ഖമേനി എവിടെ? ഇസ്രായേൽ തകർത്തെറിഞ്ഞ തെഹ്റാനിൽ ഇനി ആര് ഭരിക്കും? ട്രംപിന്റെ പുതിയ എപിക് ഫ്യൂറി പ്ലാൻ എന്താണ്? പരിശോധിക്കാം. ഇറാനിന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു വമ്പൻ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഖമേനിയുടെ വധത്തിന് ശേഷം രാജ്യം ഒരു വലിയ അധികാര ശൂന്യത നേരിടുകയായിരുന്നു. ഇത് പരിഹരിക്കാൻ രൂപീകരിച്ച 3-അംഗ കൗൺസിലിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ,
ചീഫ് ജസ്റ്റിസ് മുസീനി EJ എന്നിവർക്കൊപ്പം ആയത്തുള്ള അലിറേസ അറാഫി കൂടി ചേരുന്നു. ആരാണ് ഈ അലിറേസ അറാഫി? ഇറാന്റെ ഗാർഡിയൻ കൗൺസിലിലെ മുതിർന്ന അംഗമായ ഇദ്ദേഹം വരും ദിവസങ്ങളിൽ ഇറാനിന്റെ താൽക്കാലിക സുപ്രീം ലീഡറായി പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖമേനിയുടെ അത്രയും കടുത്ത നിലപാടുകാരനാണോ ഇയാൾ? അതോ സമാധാനത്തിന് വഴി തുറക്കുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഈ ഒരു ഭരണമാറ്റം നടക്കുമ്പോഴും ഇസ്രായേൽ, അമേരിക്ക സൈന്യം ഇവർ അവരുടെ ആക്രമണം നിർത്തുന്നില്ല എന്നതാണ്. ഇസ്രായേൽ നടത്തിയ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ് ഇപ്പോൾ ഒരു റീജിയണൽ വാർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ ദുബായിലും കറാച്ചിയിലും നമ്മൾ കണ്ടു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറാന്റെ പ്രതികാര മിസൈലുകൾ പതിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ താറുമാറായിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ വൻ സംഘർഷമാണ് നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന വെടിവയ്പിൽ 8 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ചുള്ള ആ ഒരു കടുത്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ലോകം ഇന്നുവരെ കാണാത്ത സൈനിക കരുത്ത് ഇറാനെതിരെ ഉപയോഗിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇതിനകം തന്നെ 40ഓളം ഇറാൻ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട്, ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി എവിടെയെന്ന്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം പരിക്കുകളോടെ രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നാണ് സൂചന. പക്ഷേ പുതിയ കൗൺസിലിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധവാർത്തകൾ വന്നതോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും ഇത് ഒരുപോലെ ആഘാതമുണ്ടാക്കുന്ന ഒന്നാണ്. അലിറേസ അറാഫി നയിക്കുന്ന ഈ പുതിയ കൗൺസിൽ ട്രംപിന്റെ യുദ്ധഭീഷണികൾക്കിടയിലും ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് നയതന്ത്ര വിദഗ്ധർ നോക്കുന്നത്. പശ്ചിമേഷ്യയിലെ ആകാശം കറുത്തിരണ്ടിരിക്കുകയാണെങ്കിലും ഈ പുതിയ നേതൃമാറ്റം ഒരു സമാധാന കിരണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു സാമ്രാജ്യം കത്തി അമരുമ്പോൾ അതിന്റെ ചാരത്തിൽ നിന്ന് പുതിയൊരു ലോകം പിറക്കുമോ, അതോ ആളിപ്പടരുന്ന ഈ യുദ്ധം ലോകത്തെ തന്നെ വിഴുങ്ങുമോ എന്നതാണ് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ആയത്തുള്ള അലി ഖമേനി എന്ന അധ്യായം അവസാനിച്ചതോടെ അലിറേസ അറാഫിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കൗൺസിൽ ഇറാനെ ഏത് ദിശയിലേക്കാണ് നയിക്കുക എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും സൈനിക വിജയങ്ങൾക്കപ്പുറം ദുബായിലെയും കറാച്ചിയിലെയും തെരുവുകളിൽ പുകയുന്ന പ്രതിഷേധങ്ങൾ ആഗോള സമാധാനത്തിന് ഭീഷണിയായി തുടരുകയാണ്. എങ്കിലും ഭയത്തിന്റെ മതിലുകൾ തകർത്ത് ഇറാനിലെ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിക്കുന്നത് മാറ്റത്തിന്റെ ഒരു പുതിയ കാറ്റ് പശ്ചിമേഷ്യയിൽ വീശി തുടങ്ങി എന്നതിന്റെ തെളിവായിരിക്കാം. ഇരുട്ടിന്റെ അന്ത്യം വെളിച്ചത്തിന്റെ തുടക്കം എന്നതുപോലെ ഈ കലുഷിതമായ അന്തരീക്ഷം മാറി പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.